എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 വർഷത്തിലെ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ 2025 വർഷത്തെ പൊതുവായ ഫലം എങ്ങനെയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുക്കൂർ. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷകരമായ ഒരു വർഷമാണ്. ഗുണദോഷ ഫലങ്ങൾ നിറഞ്ഞ ഒരു വർഷമാണ് 2025 വർഷം എന്ന് പറയാവുന്നതാണ്. നിലവിൽ ശനി 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതും ശനിയുടെ സ്വന്തം ക്ഷേത്രമായ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധനുക്കൂറിൽപ്പെട്ടവർക്ക് ശനീശ്വരൻ്റെ എല്ലാവിധ ഗുണങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഏപ്രിൽ മാസം വരെ, അതായത് മാർച്ച് അവസാനം വരെയും ശനിയുടെ ഗുണങ്ങൾ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. കാരണം വ്യാഴം അത്ര അനുകൂലമായ ഒരു സ്ഥിതിയിലല്ല നിലവിൽ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലവിധ പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പലർക്കും രോഗാതുരമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുപെടാവുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനം മൂലം പലവിധ മാനസിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശനീശ്വരൻ്റെ കടാക്ഷം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി ഗുണാനുഭവങ്ങളും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായി കണ്ടുവരുന്നുണ്ട്. വളരെ അപൂർവം പേർക്കാണ് അത്ര ഗുണകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. കാരണം വ്യാഴം അനിഷ്ടസ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല, 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരാണ് ധനുക്കൂറിൽപ്പെട്ടവർ. ധനു ലഗ്നം എന്ന് അല്ലെങ്കിൽ ധനുക്കൂറ് എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ 6-ലെ സ്ഥിതി അത്ര ദോഷകരമായി ധനുക്കൂറുകാരെ ബാധിക്കാറില്ല. പിന്നെ ഗ്രഹനിലയിലെ വ്യാഴമൊക്കെ അനുകൂല സ്ഥിതിയിലായിട്ടുള്ളവർക്ക്, വ്യാഴവും ശനിയും അനുകൂല സ്ഥിതിയിലായിരിക്കുകയും മറ്റനവധി ഗ്രഹയോഗങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവം പേർക്ക് അങ്ങനെ അല്ലാതെയും കണ്ടുവരുന്നതിൻ്റെ കാരണം ഗ്രഹനിലയിൽ വ്യാഴം, ശനി എന്നിവയുടെ അനിഷ്ടസ്ഥാനങ്ങൾ തന്നെയാണെന്ന് പറയാവുന്നതാണ്. അതുകൂടി മനസ്സിലാക്കേണ്ടതും അതിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു പോവുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ദോഷവശങ്ങൾ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതുമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കും. പക്ഷേ 2025 വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 7-ാം ഭാവത്തിലേക്കാണ്. ഏതാണ്ട് കേസരിയോഗ സമാനമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് 2025 മെയ് അവസാനം മുതൽ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് വ്യാഴം എത്തുമ്പോൾ മാർച്ച് അവസാനം ശനിയുടെ മാറ്റം കണ്ടകശനി കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ അനുകൂല സ്ഥിതിയിൽ നിൽക്കുന്ന ശനി
മാർച്ച് 29 രാശിമാറ്റത്തോടു കൂടി മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ധനുക്കൂറുകാർക്ക് അത് 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടേതായ ചില ദോഷവശങ്ങൾ കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കുടുംബപരമായ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിലുണ്ടാകാവുന്നതാണ്. മാതാവിനെ ക്ലേശങ്ങളെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സൗഹൃദങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അകൽച്ച. അതുപോലെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ പോയില്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. അത് ഏപ്രിൽ മുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ 2025 വർഷം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും. വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും മാറ്റം വളരെ അനുകൂലമാണ്. രാഹുകേതുക്കൾ വളരെ അനുകൂലമായിട്ടാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മാറി സഞ്ചരിക്കാൻ പോകുന്നത്. അത് ധനുക്കൂറുകാർക്ക് ഇപ്പോൾ കന്നി രാശിയിൽ നിൽക്കുന്ന കേതു തുലാം രാശിയിലേക്ക് വരുമ്പോൾ അത് 11-ാം ഭാവത്തിലാണ്. 11ലേക്ക് കേതുവിൻ്റെ സ്ഥിതി വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു 3-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം സഞ്ചരിക്കുകയും അത് ശനിയുടെ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് രാഹുകേതുക്കളെ കൊണ്ടുള്ള വളരെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് 2025. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഗ്രഹ സഞ്ചാരം എടുത്ത് നോക്കുമ്പോൾ ധനുക്കൂറുകാർക്ക് 2025 വർഷം വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. പുതിയതായി വീട് പണിയൊക്കെ തുടങ്ങി അത് മുടങ്ങിക്കിടക്കുന്നവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉറപ്പായി 2025 വർഷത്തിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉയർന്ന പ്രമോഷനുകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണെങ്കിലും ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ജോലി എഴുതി, അതായത് UPSC PSC പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. കലാകാരന്മാർക്കൊക്കെ മെയ്ക്ക് ശേഷം ജൂൺ മുതൽ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ്സുകാർ, പുതിയ സംരംഭകർ എന്നിവർക്കൊക്കെ 2025 വർഷം വളരെ അനുകൂലമായിരിക്കും. അതിനെ വളരെ അനുകൂലമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കണ്ടകശനി കാലഘട്ടമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക, ശബരിമല പോകാൻ കഴിയുന്നവർ ശബരീശ്വരനെ പ്രീതിപ്പെടുത്തുക, ഒപ്പം ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക. പിന്നെ ഓരോരുത്തരും അനുഷ്ഠിച്ചു പോരുന്ന കർമ്മങ്ങളും അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തുടർന്നു പോകേണ്ടത് അനിവാര്യവുമാണ്. ഇത്തരം കാര്യങ്ങളും ഒപ്പം മണ്ണാറശാല അതുപോലെയുള്ള നാഗാരാധന ഒക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ആയില്യത്തിൻ്റെ 100 പാലും വഴിപാടുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയാൽ 2025 വർഷം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാ ധനുക്കൂറുകാർക്കും 2025 വർഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഒപ്പം പറഞ്ഞ വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതാണ്. ഒപ്പം താല്പര്യമുണ്ട്, പുതിയ വിഷയങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ നമ്മൾ ജ്യോതിഷപരമായും ന്യൂമറോളജി വാസ്തു സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിച്ചേരുന്നതും ആയിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.